അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം തബറാനി റഹിമഹുല്ലാ തൻ്റെ അൽ മുഅ്ജമുൽ കബീരിൽ രേഖപ്പെടുത്തിയ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു ദിവസം ഒരാൾ വന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അതിന് വളരെ വ്യക്തമായ മറുപടി നൽകുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ആ മറുപടി നമ്മുടെയൊക്കെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യവും അതിനുള്ള മറുപടിയും. എന്താണ് ചോദ്യം? അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. 2 ചോദ്യം. 1, നബിയെ, അള്ളാഹുവിലേക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? ആരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്? 2, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ആര് എന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ളവരായ മനുഷ്യന്മാരാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കുന്നു, ശാരീരികമായും സാമ്പത്തികമായും മാനസികമായുമൊക്കെ സഹായവും സഹകരണവും ഒത്താശയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ആളുകളുണ്ടാകും. അവരെ ജനങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, ജനങ്ങൾക്കൊക്കെ അവരെ കൊണ്ട് വലിയ ഉപകാരമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിലേക്കും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഇഷ്ടപ്പെട്ടവരാണ്. അടുത്ത ചോദ്യത്തിൻ്റെ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ് എന്ന് കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ 2ാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, വ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ നീ സന്തോഷം ഉണ്ടാക്കലാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ, മുസ്ലിമായ സ്ത്രീയെയോ പുരുഷനെയോ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള മാനസികമായി നല്ല സന്തോഷവും റാഹത്തും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും വലിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, വലിയ ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഔ തക്ഷിഫ അൻഹു കുർബ. അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ തൊട്ട് അവൻ്റെ വിഷമം നീ അകറ്റുക, ഇല്ലാതെയാക്കുക. ഔ തഖ്ളിയ ലഹു ദൈന. അല്ലെങ്കിൽ അവൻ്റെ കടം വീട്ടിക്കൊടുക്കുക. കടം വീട്ടാൻ കഴിയാതെ വിഷമിക്കുന്ന ആൾ, അവന് കടം വീട്ടാൻ സഹായിക്കുക. ഔ തത്റുദ അൻഹു ജൂഅൻ. അല്ലെങ്കിൽ അവൻ പട്ടിണിയുള്ളവനാണ്, ജീവിതമാർഗങ്ങളില്ല, അവൻ്റെ പട്ടിണി അകറ്റി എന്നും റാഹത്തായി ജീവിക്കാനുള്ള കാര്യങ്ങൾ അവന് നീ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ പല നിലക്കും ചില ആളുകൾ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും. കുട്ടിയെ വിവാഹം ചെയ്തയക്കാൻ കഴിയാതെ വലിയ സാമ്പത്തിക ബാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ പലതരത്തിലും മാനസികമായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ആ പ്രയാസങ്ങൾ അകറ്റി അവരെ മനസ്സിൽ സന്തോഷം നിറക്കുക എന്നത് അല്ലാഹു തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ, വലിയ പ്രതിഫലമുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വല അൻ നംഷിയ മഅ അഖി ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദി ശഹ്റ. ഒരു മുസ്ലിമായ സഹോദരൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടി അവൻ്റെ കൂടെ ഞാൻ പോവുക, അവൻ്റെ ആവശ്യം നിറവേറി കിട്ടുന്നവരെ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോകുക എന്നത് ഈ മദീന പള്ളിയിൽ ഒരു മാസക്കാലം ഞാൻ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായതായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ അതാണ് കാണുന്നത് എന്ന്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു,
ഒമൻ കഫ ഗളബഹു ഗൈലഹു വലൗ ഷാഅ അൻ യംലിയഹു അംലാഹ് മല അല്ലാഹു ഖൽബഹു റജാഅൻ യൗമൽ ഖിയാമ. കോപം വരുന്ന നേരത്ത്, കലി വരുന്ന നേരത്ത് അത് അവിടെ നടപ്പാക്കാൻ, പ്രകടിപ്പിക്കാൻ തനിക്ക് കഴിവുണ്ടായിരുന്നിട്ടും തൻ്റെ കോപത്തെ ഒതുക്കി നിർത്തിയ മനുഷ്യൻ അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിൽ വലിയ നല്ല പ്രതീക്ഷകളെയും ആശകളെയും സന്തോഷങ്ങളെയും കൊണ്ട് അല്ലാഹു തആല നിറക്കും. അന്ത്യദിനത്തിൽ അവന് വലിയ സന്തോഷം ലഭ്യമാകും എന്നർത്ഥം. പിന്നെ ഒമൻ മഷാ മഅ അഖീഹി ഫി ഹാജത്തിൻ ഹത്താ യതഹയ്യാ ലഹു അസ്ബത്തല്ലാഹു ഖദമഹു യൗമ തസില്ലുൽ അഖദാം. തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ ആവശ്യത്തിൽ അവൻ്റെ കൂടെ പോയ മനുഷ്യൻ, അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ അവന് എളുപ്പമാകുന്നവരെ, സാധ്യമാകുന്നവരെ അവനോടൊപ്പം നിന്നു. അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അത് ദിവസങ്ങൾ എടുത്താലും ശരി അവൻ്റെ ഒപ്പം നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് സാധിക്കാൻ വേണ്ടി സഹകരിച്ച ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാദങ്ങൾ ഇടറിപ്പോകുന്ന അന്ത്യദിനത്തിൽ ഇത്തരത്തിലുള്ള സഹായിച്ച ആളുകളുടെ പാദങ്ങൾ സിറാത്ത് പാലത്തിൻ്റെ മേൽ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. അവിടെ പാദങ്ങൾ തെറ്റിപ്പോവുകയില്ല, അടിപതറുകയില്ല. അവർക്ക് നേരെ വിജയത്തിലേക്ക് നടന്നെടുക്കാം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നല്ല ഉപദേശങ്ങളടങ്ങിയ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് പാഠങ്ങളുള്ള ഹദീസാണ് ഈ ഹദീസ്. അല്ലാഹു തആല ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.